നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. അനിഴ നക്ഷത്രക്കാർക്ക് അന്ത്യഷട്കമാണ്. അതുമൂലം ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖം ഇവയൊക്കെ ലഭിക്കാം. ദേവതയായി ശിവനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബസുഖഹാനിയും ഉണ്ടാകാം. ഇപ്പോൾ നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. അനിഴ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സഞ്ചാരപ്രിയരും അന്യദേശവാസികളും എല്ലാ കാര്യത്തിലും സാമർഥ്യമുള്ളവരുമാണ്. വിശപ്പും ദാഹവും അധികമായി വരുന്നവരുമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല ബന്ധുക്കളുള്ളവരും അഴകും പ്രതിബദ്ധതയും വിനീതമായ വേഷം, ആഭരണങ്ങൾ, ആഡംബര കാര്യങ്ങളിൽ എന്നിവയിൽ ഭ്രമം കുറവുള്ളവരുമായിരിക്കും. വ്യാഴം 8ലും 9ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 5ാം ഭാവത്തിലും രാഹു 4ലും സഞ്ചരിക്കുന്ന ഈ വർഷം ബന്ധുക്കൾ, കുട്ടികൾ ഇവർ മൂലം ഭിന്നതയും പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും, ചില ബന്ധങ്ങൾ അപകടകരമാവുകയും ശ്രദ്ധക്കുറവ് വരികയും ഒക്കെ ഉണ്ടാകാം. വർഷത്തിന്റെ ആദ്യകാലം കഴിയുമ്പോൾ നേട്ടങ്ങളും മനസമാധാനവും ലഭിക്കുന്നതാണ്. ഏകദേശം 9 വയസ്സുവരെയുള്ള കുട്ടികളായിട്ടുള്ള അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബാലാരിഷ്ടതയും ഓട്ടം ചാട്ടവും എന്നിവ മൂലം മുറിവ്, ചതവ് എന്നിവയും വരാതെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. 9 മുതൽ 25 വയസ്സുവരെയുള്ളവർക്ക് പഠിത്തത്തിൽ മന്ദതയും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രതിബന്ധവും ചീത്തക്കൂട്ടുകളിൽ പെടാതെ സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള കാലമാണ്. 25 വയസ്സ് മുതൽ 32 വയസ്സുവരെയുള്ള അനിഴ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിപരീത ഫലങ്ങൾ ഉണ്ടാകാം. പരിഹാരമായി ഗണപതി ഭജനവും മൃത്യുഞ്ജയ മന്ത്രജപവും ചെയ്തു കൊള്ളേണ്ടതാണ്. 32 വയസ്സു മുതൽ 52 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് പ്രതിബന്ധങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ലഭിക്കുന്നതാണ്. വിചാരിച്ച കാര്യങ്ങൾക്കൊക്കെ അനുകൂല അനുഭവങ്ങൾ ഉണ്ടാകാം. 58 വയസ്സ് മുതൽ 68 വയസ്സുവരെയുള്ളവർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളെ സംബന്ധിച്ച് ശുഭകാര്യങ്ങൾ കൊണ്ട് സദ്ഫലങ്ങൾ ലഭിക്കുന്നതാണ്. 68 വയസ്സു മുതലുള്ളവർക്ക് ഈ വർഷം ദുരിതഫലങ്ങളിൽ നിന്ന് നല്ലൊരു പരിധി വരെ മോചനം ലഭിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങൾ യഥാസമയം ചികിത്സിച്ച് ഭേദമാക്കാൻ പരിശ്രമിക്കുക എന്ന് മാത്രം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 8ാം ഇടത്തിലും 9ാം ഇടത്തിലുമായിട്ടാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 4ൽ രാഹുവും 5ൽ ശനിയും വർഷം മുഴുവനും ഉണ്ട്. അതിനാൽ ഗുണം കുറഞ്ഞും ദോഷം അല്പം കൂടുതലായിട്ടും അനുഭവപ്പെടുന്ന വർഷമാണ്. അനായാസമായി നേടേണ്ടവ പ്രയത്നത്തിലൂടെ മാത്രമായിരിക്കും കരഗതമാവുക. കടം വാങ്ങി ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നത് പ്രയോജനപ്പെടില്ല. അന്യനാട്ടിൽ പഠനം, തൊഴിൽ എന്നിവയ്ക്ക് അവസരം സംജാതമാകുന്നതാണ്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാതെ സ്വപ്നത്തിൽ ജീവിക്കുന്നതാണ്. വിശ്വസ്തരെന്ന് കരുതിയവർ ഉപജാപം നടത്തുന്നതിന് നേതൃത്വം വഹിക്കാം. പ്രാധാന്യമുള്ള രേഖകൾ, പ്രമാണങ്ങൾ തുടങ്ങിയവ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വീട് നിർമ്മാണത്തിന് പണം കണ്ടെത്താൻ വിഷമിക്കുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്നതിൽ ജാഗ്രത കുറയരുത്. അർഹതയുള്ള വിവാഹബന്ധം ലഭിക്കാനായി അന്വേഷണം തുടരേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം അനിവാര്യവുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.